നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമേയം കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു കാണുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കലാവതി അച്ചമ്മയ്ക്ക് മധുസൂദന്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ. കാരണം ഒരുമാതിരി ബാക്കിയുള്ളവരെ ചെറുതാക്കി കണ്ട് സംസാരിക്കുന്ന ഒരു സംസാര രീതിയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കുറ്റപ്പെടുത്തി പറയണേ. ഇതിനേക്കാൾ നല്ലൊരു ഹോൾ എടുക്കാൻ മേലായിരുന്നോ? എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും കലാവതി അച്ഛൻ പറഞ്ഞു, എടാ രവി, നിനക്ക് പറയാൻ മേലായിരുന്നോ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാന്ന്. പിന്നെ വർഷയുടെ അച്ഛന്റെ ഒരു അഹങ്കാര വർത്താനം എനിക്ക് നല്ലത് പറയാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ടമ്മേ, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മൾ ക്ഷണിച്ചിട്ട് വന്നേക്കുന്ന അതിഥികളല്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണെന്നൊക്കെ ചോദിച്ചു. കലാവതി അച്ഛൻ പറഞ്ഞു, എന്റെ സ്വഭാവം വെച്ചറിയാലോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാവതി അച്ഛമ്മ ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ അറിയാം കലാവതി അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലെന്നുള്ള കാര്യം. എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, കലാവതി അച്ചമ്മ അവരോട് ഏറ്റുമുട്ടുക തന്നെ ചെയ്യും. ഈ സമയം ശ്രീകാന്തിന് നല്ല ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ദൈവമേ, സച്ചേണ്ണും രേവതി അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വർഷയെ കണ്ടെത്താൻ പറ്റിയാൽ മതിയായിരുന്നു. വർഷ എത്തിയില്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കില്ല. ക്ഷണിക്കപ്പെട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ താൻ നാണം കിട്ടി നിൽക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ വർഷയുടെ അച്ഛനും അമ്മയൊക്കെ അവരിപ്പൊ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, വർഷ എന്തിയെന്ന്. ഡബിങ്ങിന് പോയേക്കും എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല. വല്ലാത്തൊരു ടെൻഷൻ ശ്രീകാന്തിന്റെ പിടികൂടുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് ശ്രീകാന്തിനോട് വിളിച്ചു, എടാ എത്ര സമയമായി, ഇതെന്താ ഫംഗ്ഷൻ തുടങ്ങാത്തെ? അവൾക്ക് എന്താ, അവൾക്ക് നേരത്തെ ഇങ്ങോട്ട് വന്ന പോരെ? നിങ്ങളുടെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി അല്ലേ? വിളിച്ചിരിക്കുന്ന ഓരോ അതിഥികളൊക്കെ വരാൻ തുടങ്ങി. ഇനി എപ്പോഴാ വരണേന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പത്തേനും വരൂ അമ്മ, അമ്മ ഒന്ന് സമാധാനിക്കാനൊക്കെ പറയുന്നുണ്ട്. എപ്പോ വരൂന്ന്? ആ സമയത്ത് മധുസൂദനും മഹിമയും കൂടെ വന്നിട്ട് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണം. എടാ എന്തിയെ വർഷ, എന്തിയെ വർഷയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ? അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ വീട്ടിൽ നിന്ന് വന്നല്ലേ? അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അവൾക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് ഡബ് സ്റ്റുഡിയോയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവള് ചെന്നില്ലെങ്കിൽ സീരിയലും മുടങ്ങും. ഡബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എപ്പിസോഡ് മുടങ്ങുന്നതുകൊണ്ട് അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവള് പോയത്. ഇപ്പൊ തന്നെ വരൂന്ന് പറഞ്ഞു. എന്നാൽ ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ പോയി ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് മഹിമയും മസൂദനെയും ശ്രീകാന്ത് പറഞ്ഞു വിട്ടു. പിന്നീട് ശ്രീകാന്ത് സച്ചിയെ രേവതിയും വിളിക്കുന്നുണ്ട്. സച്ചിയോട് വിളിച്ചിട്ട് വർഷയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചു. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, നീ സമാധാനമായിട്ടിരിക്കുക, ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയോട് കാര്യങ്ങൾ പറയുമ്പോൾ രേവതി ചോദിച്ചു, നമ്മളിനി എവിടെ പോയി അന്വേഷിക്കും? ഒരു കാര്യം ചെയ്യാം, ഡബ് സ്റ്റുഡിയോയിൽ തന്നെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് ആദ്യം അവിടേക്കാ ചെല്ലുന്നേ. അവിടെ ചെന്നിട്ട് സൗണ്ട് എഞ്ചിനീയറോട് തിരക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് വർഷം ഇങ്ങോട്ട് വന്നില്ലല്ലോ, വെഡിങ് ആനിവേഴ്സറി ആന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എവിടേക്ക് പോവാനാ? ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം വേറൊരിടത്തും കൂടെ ഡബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കുക, ചിലപ്പോൾ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് പോവാണ്. രേവതി പറഞ്ഞു, ദൈവമേ, എത്രയും പെട്ടെന്ന് തന്നെ വർഷയെ കണ്ടാൽ മതിയായിരുന്നു. ഈ ഫംഗ്ഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങളും ശ്രീകാന്തിന്റെ തലയിലാവും. സച്ചി പറഞ്ഞു, അതെങ്ങനെയാ? എന്തേലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട, എന്താ സംഭവം എന്ന് ചോദിക്കാനുള്ളൊരു മര്യാദ പോലും ഇല്ലോ, എടുത്തുചാട്ടമല്ലേ എല്ലാത്തിനും കാരണം. രേവതി പറഞ്ഞു, അത് പിന്നെ വർഷയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട, ആർക്കാ സഹിക്കാൻ പറ്റണേന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ആ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചു. ശരിയാ സച്ചേട്ടാ, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ എങ്കില് വർഷയ്ക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പ്രിയനെ എടുത്തുകൊണ്ട് നിൽക്കുന്നേ, പ്രിയയുടെ കാലുമേലാത്തോണ്ടാ അങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനും പ്രിയക്കെല്ലാം അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ വർഷയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് വിളിച്ച ഓരോരോ അതിഥികളൊക്കെ വന്നു. പിന്നീട് ശ്രീകാന്തിനോട് സംസാരിക്കുന്ന സമയത്ത് വർഷയും തീയതി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വരുമെന്നും പറഞ്ഞിട്ട് ഓരോരുത്തരെ പറഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ്. പക്ഷെ വർഷ വരാതിരിക്കുന്ന ഓരോ നിമിഷവും ശ്രീകാന്തിന്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഇടിപ്പാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിൻ രേവതിയും കൂടെ അടുത്ത ഡബ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഡബ് ചെയ്തിട്ട് 10 മിനിറ്റ് മുമ്പ് പോയെന്ന് പറഞ്ഞു. ഒരു കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ ഡബ് ചെയ്യാനായിട്ട്. അതിനുശേഷം പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പോൾ എങ്ങോട്ടായിരിക്കും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം
ശ്രീകാന്തിന് തോന്നി കുറച്ച് സമയം ആൾക്കാരെ ഇങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അങ്ങനെ ചന്ദ്രമതിയുടെ ഒരു ഡാൻസ് ഭരതനാട്യം കാര്യങ്ങളൊക്കെ വെറുതെ വെക്കുന്നുണ്ട് കുറച്ച് സമയം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കില്ല. അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കില്ലേ വിളിച്ചിട്ട് ഇത്ര സമയത്തെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് രണ്ടുപേരും കൂടെ ഫംഗ്ഷൻ നടത്താത്തോണ്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഈ സമയം ശ്രീകാന്തിന്റെ അടുത്തേക്ക് സുധി വന്നിട്ട് എന്താടാ ഇത്? കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വന്നിട്ട് ഇതുവരെയായിട്ട് ഫംഗ്ഷൻ നടത്താത്ത എന്താ? എന്തിയെ വർഷ എന്തിയെന്ന് ചോദിച്ചു. വർഷ വരും, സുധയാണ് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഇരിക്കാന് എനിക്ക് കടയിൽ എന്താ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എടാ എനിക്ക് ഷോപ്പുണ്ട്, നിനക്കറിയാലോ. ഷോപ്പിലെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന. അപ്പൊ ഇവിടെ വന്ന് ഇതിന് വേണ്ടിയിട്ട് അധിക സമയമൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നടത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ നടത്തണം, അല്ലെങ്കിൽ എനിക്ക് പോണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ബാക്കി എല്ലാവർക്കും ജോലിയുള്ള. നിന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, നിന്റെ ഭാര്യ മാത്രമല്ല ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത. ശ്രീകാന്തിന് അവസാനം സങ്കടവും ദേഷ്യം വന്നു. ശ്രീകാന്ത് പറഞ്ഞു സുധിയാണ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ പോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് മാറിപ്പോയി. ഈ സമയം ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നല്ലോ ശ്രുതി. നോയിക്കേ ശ്രീകാന്തിന്റെ മുഖത്ത് അത്ര തെളിച്ചില്ല. ഇനിയിപ്പോ വർഷയുമായിട്ട് എന്തെങ്കിലും വഴക്കാണോ, അതുകൊണ്ട് വർഷ പിണങ്ങി പോയിക്കുന്നാണെന്ന് അറിയില്ലോ, അല്ലെങ്കിൽ വർഷ ഇവിടെ കാണണ്ടല്ലേ എന്ന് പറഞ്ഞു. അത് ശരിയാ ശ്രുതി, എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പറയാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെയായിരിക്കും. അല്ല സച്ചിയും രേവതിയും കണ്ടില്ലോ, അത് ശരിയാ, അവരെയും കണ്ടില്ല, അവരും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സമയം രവീന്ദ്രൻ വന്നിട്ട് ശ്രീകാന്തിനോട് സച്ചിയുടെയും രേവതിയുടെയും കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അവരിങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല അവര് നേരത്തെ വരേണ്ടതായിരുന്നല്ലോ, ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു, വന്നേക്കാന്നും പറഞ്ഞിട്ട് അവരിരുന്ന. എന്നിട്ട് ഇതുവരെയായിട്ടും എന്താ സച്ചി വരാത്തെ? അവന് ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നുമില്ല. ഇത് കേട്ടോണ്ടാണ് അച്ഛമ്മ എങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മ പറഞ്ഞു അത് ശരിയാണല്ലോ, ഞാനും ആലോചിച്ചായിരുന്നു, അവനെല്ലാത്തടത്തും നേരത്തെ വരുന്നല്ലേ. ചന്ദ്രമതി വന്നിട്ട് പിന്നെ അവൻ താമസിച്ച് വരുന്ന ഏറ്റവും നല്ലത്. എന്റെ ദൈവമേ, അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒക്കെ പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഇങ്ങനൊന്നും പറയരുത്, നിനക്ക് ഇപ്പോഴും തിരിച്ചു വ്യത്യാസം ഉണ്ടല്ലേ, അതൊന്നും മാറ്റാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയെ കുറെ ചീത്ത പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു രവിയേട്ടൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും ഇനി പറയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും ദേഷ്യപ്പെട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. ഈ സമയത്ത് വർഷ രണ്ടും കൽപ്പിച്ചായിരുന്നു. വർഷയ്ക്ക് ഇനി ശ്രീകാന്തിനോടൊപ്പം ഒരു ജീവിതം വേണ്ടാന്ന് കരുതിയിട്ട് വർഷ ഒരു വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വക്കീലിനെ പോയി കാണണം, എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന്റെ പേപ്പറും കാര്യങ്ങളും കൊടുക്കണം, അവനെപ്പോലെ ഒരുത്തന്റെ കൂടെ തനിക്കൊരു ജീവിതം വേണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വക്കീലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ സമയത്ത് വർഷ എവിടെയുണ്ടെന്ന് സച്ചിക്കും രേവതിക്കും വിവരം കിട്ടി. അങ്ങനെ ഒടുവിൽ അവര് വർഷയുടെ അടുത്തേക്ക് വരുവാണ്. വർഷയ്ക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടായത്. ഇവരെന്തിനും ഇങ്ങോട്ടേക്ക് വന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ഒടുവില് രേവതി വന്ന് വർഷയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നീ ഇതിന്റെ ഇവിടെ നിൽക്കുന്നേ, വാ വർഷേ, അവിടെ എല്ലാരും കാത്തിരിക്കുവാന്നൊക്കെ പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വർഷ ആ കാര്യങ്ങൾ പറയണേ. എനിക്ക് അവനുമായിട്ട് ജീവിക്കണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. അവനെന്നെ ചതിക്കുമായിരുന്നു, സ്നേഹിച്ച് പറ്റിക്കുമായിരുന്നു. ഇത്രയും കാലം അവനെ ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നറിയാവോ? എന്നിട്ട് ഇപ്പൊ അവനാണ്ട് എന്നെ തേച്ചിട്ട് വേറൊരുത്തിടെ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറ്റപ്പെടുത്തലുകൾ. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു വർഷ നീ തെറ്റിദ്ധരിച്ചിരിക്കുക, ഒരിക്കലും ശ്രീകാന്ത് അങ്ങനെയല്ല, ശ്രീകാന്തിനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ, നീ അപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കില് വർഷയ്ക്ക് അതും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിലാണ് രേവതിയെ സത്യങ്ങൾ പറയണേ. പ്രിയയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, പ്രിയ തെന്നി വീണ് കഴിഞ്ഞപ്പോ കാലിന് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എടുത്തോണ്ട് വന്ന അതാ സംഭവം എന്നൊക്കെ. അപ്പോഴാണ് വർഷയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഒടുവില് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വർഷയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവര് കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.